സാമ്പത്തിക വിദഗ്ധൻ ശ്രീ എം ശാർഗധരൻ ചേരുകയാണ്. ശ്രീ എം ശാർഗധരൻ, എങ്ങനെ കാണുന്നു ഈ ബജറ്റിനെ? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു പുതുമയുണ്ട്. ഈ ബജറ്റിൽ പരമ്പരാഗത കാര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടാണ് ഒരു ആധുനിക രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ള ബജറ്റ് അവതരണമാണ്. ഈ ബജറ്റിലെ വാചകങ്ങൾ നോക്കുമ്പോഴും ഇപ്പോൾ മുൻ ബജറ്റുകൾ നോക്കുമ്പോഴുള്ള പരമ്പരാഗത ശൈലി അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതിൽ പുതിയ വരുമാന മാർഗങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു വിഷൻ ഇക്കാര്യത്തിലുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? സംസ്ഥാനം അടുത്ത 5 വർഷം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ. തീർച്ചയായും. കാരണം ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ ബജറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആകർഷകമായിട്ടുള്ള കാര്യം സാധാരണഗതിയിൽ കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടതാണ്. ഓരോ വർഷത്തെ ബഡ്ജറ്റിലും മാർജിനലായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തും. അതിങ്ങനെ പോകും. കാലാകാലങ്ങളിലായി ഇതുതന്നെയാണ് കേരളത്തിൽ കണ്ടുവന്നിരുന്നത്. ഇതിന് വ്യത്യസ്തമായി ചില പുതിയ നയസമീപനങ്ങൾ ഈ ബഡ്ജറ്റിൽ കാണാനാകും. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പം തന്നെ പറഞ്ഞ സമുദ്രയെപ്പറ്റി പറഞ്ഞതിനെപ്പറ്റി. അതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് അത് പറഞ്ഞിരുന്നാൽ ഒരു ബ്ലൂ എക്കണോമി കൂട്ടി കലർത്തിയ ഒരു വ്യത്യാസം ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3 ജില്ലകൾ കോർത്തിണക്കി കരയും കടലും തമ്മിലുള്ള എല്ലാ സമ്പത്ത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ സമ്പത്ത് നേടാം എന്നുള്ളതിനെപ്പറ്റി ഒരു ചിന്തയുണ്ട്. ഇക്കണോമിക് വിഷൻ എന്ന തരത്തിൽ വന്നിട്ടുള്ള ഇതിൽ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകൾ നമ്മൾ കോർത്തിണക്കിയുള്ള ഇടനാഴിക്കാണ് പറഞ്ഞത്. അവിടെ പരമാവധി നമ്മളിവിടെ വിഴിഞ്ഞത്തെ പോർട്ടിനെ ഉപയോഗിക്കും. അങ്ങനെ തിരുവനന്തപുരം ജില്ലയെ ബന്ധപ്പെടുത്തുന്ന, അതേപോലെ തന്നെ കൊല്ലം കേന്ദ്രമാക്കി അപൂർവ ധാതു സമ്പത്ത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം. അത് വളരെ വിവാദ വിഷയമായ ഒരു കാര്യമാണ്. അത് വലിയ വിവാദമായി മാറുകയും ചെയ്യും എന്നുള്ളത് സംശയമില്ല. പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരണമാണ് വരുന്നത് അല്ലെ? പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടതാണ്. അതിനകത്ത് ഒരു കാരണവശാലും യോജിക്കില്ല. അവർ വിഭാവന ചെയ്തിരുന്നത് ഒരു പൊതുമേഖല സംരംഭമായി ഇതിനെ കൊണ്ടുവരുമെന്നുള്ളതാണ്. പക്ഷെ നടന്നില്ല, അത് നടക്കാത്ത കാര്യം. അതൊക്കെ നമുക്ക് അതറിയണമെങ്കിൽ നമ്മൾ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ കാണുമ്പോൾ കേരളത്തോട് പറഞ്ഞിരിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകണമെന്നാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും സ്വകാര്യവൽക്കരിക്കപ്പെടാം എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അതിനുള്ള കാരണം ഇതായിരിക്കാം. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ പലതുമുണ്ട്. റവന്യൂ വരുമാനത്തിൽ കുറവ് വന്നിട്ട് റവന്യൂ കമ്മി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മൂലധനത്തിന് വേണ്ടിയുള്ള വായ്പ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പൊതുകടത്തിൽ നമുക്ക് ചില പരിമിതികളുണ്ട്. അതായത് ഞാൻ പറയട്ടെ, ഇപ്പോൾ വരുമാനം കണ്ടെത്താൻ മറ്റു മാർഗങ്ങളില്ല. ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നത് ഈ പറയുന്ന പെട്രോൾ ഡീസൽ വില കൂടിയതാണ്. അതുകൊണ്ട് ഇല്ലേ, അത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കഴിഞ്ഞ 1.5 മാസമായിട്ട് അതുകൊണ്ട് അധിക വരുമാനം കിട്ടിയിട്ടുണ്ട്. വിൽപ്പന നികുതിയിലെ അധിക വരുമാനം കിട്ടിയിട്ടുണ്ട്. അത് കുറയ്ക്കുന്ന കാര്യം ആലോചിക്കുന്നു പോലുമില്ല സംസ്ഥാന സർക്കാർ. പക്ഷേ പെട്രോൾ ഡീസൽ വില എങ്ങാനും കേന്ദ്രം കുറച്ചു കഴിഞ്ഞാൽ അല്ലേ, ആഗോള തലത്തിൽ പെട്രോളിയം പ്രൊഡക്ഷന് വില കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിയാം ഹോർമസ് കടലിടയിൽ കൂടെ 34 കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്രതിസന്ധി തീർച്ചയായിട്ടും മറികടക്കാൻ നമുക്കാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വരുമാനം പോയേക്കും. അത് പക്ഷേ നമ്മൾ അത് കൂട്ടണ്ട. വേറെ പലതരത്തിൽ ഇപ്പോൾ ഈ പുതിയ ബഡ്ജറ്റിൽ നമ്മൾ പലതരത്തിലുള്ള സമീപനം നമ്മൾ കാണുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമാവും. ഒന്നിതാണ്. രണ്ടാമത്തെ കാര്യത്ത് വളരെ കൃത്യമായി നമ്മൾ നോക്കേണ്ടുന്ന 3 കാര്യങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ പരിഷ്കാരങ്ങൾ വരുത്താൻ പോകുന്നു. അത് യുവാക്കൾക്ക് വളരെ അനുഗ്രഹമായൊരു കാര്യമാണ്. കാരണം ഇവിടുന്ന് കുട്ടികൾ വിദേശത്തും മറ്റു നാടുകളിലേക്കും പഠിക്കാനായി പോകുന്നുണ്ട്. അതുപോലെ ജോലി തേടി പോകുന്നുണ്ട്. വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കാര്യമായ പുരോഗതി നേടി ഗവേഷണത്തിലൂടെയും നൂതന പഠനക്രമത്തിലൂടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചും നമുക്ക് വലിയൊരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാനാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ 10,000 MSMEകൾ, ചെറുകിട മധ്യനിര ഇടത്തര ബിസിനസ്സുകൾ, യൂണിറ്റുകൾ ഇവിടെ 10,000 എണ്ണം വരുമെന്ന് പറഞ്ഞത്. അവിടെ വരുമ്പോഴും നമ്മളൊന്ന് ഓർക്കുക, ഈ സംരംഭങ്ങൾക്ക് ഈ പണം പലതരത്തിലുള്ള ഏജൻസികളിൽ നിന്നും അതുപോലെ സംരംഭകരിൽ നിന്നും ഒക്കെ മുടക്കും. അതനുസരിച്ച് ഇവിടെ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റം വരും, തൊഴിലവസരങ്ങൾ കൂടുതൽ വരും. അതുപോലെ നമ്മുടെ നാടിൻ്റെ ഉൽപ്പാദനം കൂടും, ഇവിടെയുള്ള മാർക്കറ്റിൽ വലിയ കൂടുതൽ മാറ്റങ്ങൾ വരും. അങ്ങനെ വരുന്ന കാര്യങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. ആ 10,000 MSMEകൾ വരും എന്നുള്ള ഈ സർക്കാരിൻ്റെ വാഗ്ദാനം തീർച്ചയായിട്ടും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നോക്കിക്കാണേണ്ട ഒന്നാണ്.
ഇതേ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ടൂറിസം വ്യവസായം ആഗോളതലത്തിൽ പ്രശസ്തി നേടിയിട്ടുള്ളതും ആഗോളതലത്തിൽ ആകർഷിക്കപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ്. ഈ പറഞ്ഞ MSMEകൾ വരികയും അവിടെ ഉൽപ്പന്നങ്ങൾ വരുമെങ്കിൽ ടൂറിസം വ്യവസായമാക്കി മാറ്റുമെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൂറിസം വ്യവസായം എന്ന് പറയുമ്പോൾ ഒരു ബണ്ടിൽ ഓഫ് ഇൻഡസ്ട്രീസാണ് അവിടെ വരുന്നത്. ഒരു ധാരാളം വ്യവസായ സ്ഥാപനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരും. അന്നേരം ഈ MSMEകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ നമുക്ക് ആഗോള വിപണിയിൽ മാർക്കറ്റ് കണ്ടെത്തക്ക രീതിയിൽ ഈ ടൂറിസം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നന്നായിരിക്കും. ആ കാര്യത്തിലും ഈ ഗവൺമെൻറ് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. അതും വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാണേണ്ടതാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ കാര്യം നമുക്ക് കാണാനാകുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സർവകലാശാലകളും മികവുള്ള പഠന ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു കൂട്ട് സംരംഭം ഉണ്ടാക്കി ഗവേഷണത്തിന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ വയ്ക്കും. ഇത്തരം പ്രഖ്യാപനങ്ങൾ എല്ലാ ബജറ്റുകളിലും ഇടം പിടിക്കാറുള്ളതാണല്ലോ. ഇപ്പോൾ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സർക്കാർ തന്നെ അത് രൂപീകരിച്ച് വന്നിട്ടുള്ളതാണ്. ആ ബില്ലിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ബജറ്റുകളിലെയും സാധാരണ പ്രഖ്യാപനങ്ങളായിട്ട് കണ്ടാൽ പോരാ. ഇത്തവണ നമുക്ക് കണ്ടാൽ പോരാത്തത് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് നമ്മുടെ ഇവിടെ ധവളപത്രം ഇറങ്ങിയതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസത്തിലേക്കുള്ള നമ്മുടെ ചെലവ് ഒരു സാമൂഹ്യ ചെലവ് എന്നുള്ളതിനേക്കാൾ ഒരു സാമ്പത്തിക നിക്ഷേപമായി നമുക്ക് കാണാൻ കഴിയണം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയിൽ നിന്നുള്ള പേറ്റൻറ്റുകളുടെ എണ്ണം, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം, ഇതിനൊക്കെ മാറ്റങ്ങൾ വരികയാണ്. IIT ചെന്നൈ മോഡലിൽ ഒരു തരത്തിൽ നമ്മൾ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുമെന്നും ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അത് മെച്ചപ്പെടുത്തിയതാകുമെന്നും തുടങ്ങുന്ന MSMEകളിൽ നവീനമായിട്ടുള്ള സംരംഭങ്ങളായിരിക്കും, നവീനമായിട്ടുള്ള ഉൽപ്പാദന ക്രമങ്ങളും നവീനമായിട്ടുള്ള സേവന ക്രമങ്ങളുമായിരിക്കും അവിടെ വരുന്നതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാധാരണ നിലയിലൊരു മാറ്റമല്ല എന്ന് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാലം മാറി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആഗോള തലത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വിദ്യാഭ്യാസ ക്രമം, നമ്മുടെ ഗവേഷണം ഇവയൊക്കെ ആഗോള തലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരുന്നാൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ല. ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിൽ കൃത്യമായ മാറ്റങ്ങൾ വരണം. ആ കൃത്യമായ മാറ്റങ്ങൾ വരുമെങ്കിൽ മാത്രമേ 10,000 MSMEകൾ യുവാക്കളെ പ്രത്യേകിച്ചും ആകർഷിക്കത്തക്ക രീതിയിൽ തുടങ്ങുമെന്ന് പറയുന്നതിന് കേരളത്തിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. വൈജ്ഞാനിക സ്റ്റാർട്ടപ്പുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ശ്രീ ഡോക്ടർ രാജേഷ് കെന്നോത്ത്, അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് കൊച്ചി കുഫോസിലെ തലവനാണ്. ശ്രീ ഡോക്ടർ രാജേഷ്, എങ്ങനെ കാണുന്നു താങ്കൾ ഈ ബജറ്റിനെ? ഇതിനകത്ത് ഈ വിഷൻ സമുദ്ര പോലെയുള്ള കാര്യങ്ങൾ ദീർഘവീക്ഷണ ഉള്ള പദ്ധതികളാണല്ലോ, പക്ഷേ ഇതിലെല്ലാം ഈ സ്വകാര്യ പങ്കാളിത്തത്തെയാണ് ആശ്രയിക്കാൻ പോകുന്നത്. അതേ ഇനി നടക്കുകയുള്ളൂ എന്നുള്ള കാര്യവുമുണ്ട്. അത് UDF സർക്കാർ പൊതുവെ അങ്ങനെ ചെയ്യാറുള്ളതുമാണ്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ബജറ്റിനെ എങ്ങനെ കാണുന്നു? ഉടൻ വരുമാനം പ്രതീക്ഷിക്കേണ്ടതില്ല, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പതുക്കെ കരകയറുവാനുള്ള ഒരു മാനേജ്മെന്റ് വൈദഗ്ധ്യം ഈ ബജറ്റിലുണ്ടോ? ഉണ്ട് എന്ന് തന്നെ പറയണം. ഞാൻ ഈ ബജറ്റിനെ പോസിറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത് ബജറ്റിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പേ നമ്മൾ ആ ധവളപത്രത്തിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി ധവളപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ധവളപത്രത്തിൽ സൂചിപ്പിച്ച അതേ ഇൻറ്റൻഷനിലുള്ള കാര്യങ്ങളൊന്നും ബജറ്റിൽ വന്നിട്ടില്ല. പക്ഷേ ബജറ്റ് സർക്കാരിൻ്റെ ഒരു ദിശാബോധം സൂചിപ്പിക്കുന്നുണ്ട്, അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയാവുന്നത് ഈ മിഷൻ സമുദ്ര തന്നെയാണ്. അപ്പം കേരളത്തിന് ഒരു മറൈൻ പോളിസി രൂപീകരിക്കുമെന്നും പറയുന്നുണ്ട്. ലോകമെമ്പാടും ഇപ്പോൾ ഈ ബ്ലൂ ഇക്കോണമി അല്ലെങ്കിൽ നീല സമ്പദ് വ്യവസ്ഥയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.